നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാംനാഥ് കോവിന്ദ് സമിതി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് കൈമാറുകയുണ്ടായി. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും 100 ദിവസത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്താൻ ഭരണഘടനാ ഭേദഗതി അടക്കം നിർദ്ദേശിക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. ഈ ഭേദഗതികൾ നിലവിൽ വരുന്നതോടുകൂടി നിയമസഭാ തദ്ദേശ ഭരണ സമിതി എന്നിവയുടെ കാലാവധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും എന്ന ശുപാർശ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. റിപ്പോർട്ട് അതേപടി അംഗീകരിക്കുകയാണെങ്കിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എത്തുന്ന മന്ത്രിസഭയ്ക്ക് 3 വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റ് 10ഓളം സംസ്ഥാനങ്ങളിൽ സർക്കാരുകളുടെ കാലാവധി 1 വർഷമോ അതിൽ താഴെയോ മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് ഈ സർക്കാരുകളുടെ ഭരണ കാലാവധി ഇങ്ങനെ ചുരുങ്ങി പോകുന്നത് എന്ന് ചോദിച്ചാൽ 2029 ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഒരുക്കാൻ വേണ്ടിയുള്ള കൂടുതൽ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2029 തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചാൽ ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാന നിയമസഭകൾ 5 വർഷം കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ പിരിച്ചുവിടേണ്ടി വരും. അതിനായി ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ ഉൾപ്പെടെ ഈ രാംനാഥ് കോവിന്ദ് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. 2028 മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്ന 10 സംസ്ഥാനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 2028 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 1 വർഷത്തിൽ താഴെ മാത്രമായിരിക്കും ഈ സംസ്ഥാന സർക്കാരുകൾക്ക് ഭാവി ഉണ്ടായിരിക്കുക. എന്തായാലും കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിൽ 2026 ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 3 വർഷമോ അതിൽ താഴെയോ മാത്രമായിരിക്കും തുടർന്ന് വരാൻ പോകുന്ന സർക്കാരുകൾക്ക് കാലാവധി ഉണ്ടാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്. അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാന സർക്കാരുകൾ അവർക്ക് പൂർണ്ണമായും ഈ 5 വർഷം തികച്ച് ലഭിക്കുകയും ചെയ്യും. ഹരിയാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന സർക്കാരുകൾക്ക് 4.5 വർഷത്തെ കാലാവധി മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ. ഈ റിപ്പോർട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ കേരളം അടക്കമുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.